ഇപ്പം ഞാൻ പറയട്ടെ, പണ്ട് ഞാനൊരു ഇതിൽ യൂട്യൂബിൽ ആരോ ഒന്ന് ഇട്ടതാണ്, വായിക്കുക തന്നെ ചെയ്താണ്. പണ്ടൊക്കെ ആർട്ടിസ്റ്റുകളാണ് ഡയറക്ടറെ കാത്തിരുന്നിരുന്നത്. ഇപ്പം ഞാൻ ഇന്നാൾ കേട്ടു, ഒരു പ്രൊഡ്യൂസറാണ്, വായിച്ചതാണ് ഞാനത് യൂട്യൂബിൽ. പ്രൊഡ്യൂസർ വന്ന് കാത്തിരിക്കുകയാണ് ആർട്ടിസ്റ്റുകളെ. ഡയറക്ടർ പിന്നെയും മുന്നിലെത്തും, പക്ഷെ ആർട്ടിസ്റ്റുകൾ എത്തുന്നില്ല. ഇപ്പം നമുക്കൊരു പ്രൊഡ്യൂസർ ഉണ്ടായെങ്കിലേ നമുക്ക് എല്ലാം. ഇപ്പം ഞാൻ പറയട്ടെ, എനിക്കിന്ന് എ സി ഇല്ലാണ്ട് കിടക്കാൻ പറ്റില്ല, കാറിൽ എ സി ഇല്ലാണ്ട് ഓടാൻ പറ്റൂല. ആരുടെ പൈസയാണ്? പ്രൊഡ്യൂസറുടെ പൈസയല്ലേ. അങ്ങനെ ഒരാൾ പണം ഇറക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ എ സിയും കൂസിയും ഒക്കെ പാട്ടി നടക്കുന്നത്. ഇന്ന് ഇട്ട ഈ ഡ്രസ്സ് വരെ നമ്മളുടെ പൈസയല്ല, നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്ക് തരുന്നതാന്ന് പറയും. പക്ഷെ നമുക്ക് അധ്വാനിച്ച് തരാൻ ഒരാൾ വേണ്ടേ? വിഷ്ണുവിനെ കൊണ്ട് പറ്റുമോ? ഇപ്പം ഈ ചെയ്യുന്നവരെ കൊണ്ട് പറ്റുമോ? ആരെ കൊണ്ടും പറ്റില്ല. അതിനായിട്ടുള്ള ആൾക്കാർ, അവരെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു തൊഴിലിനെ, ആ ഒരു പേയ്മെൻറ്റിനെ, ആ ഒരു സരസ്വതി, ആ സരസ്വതി നമ്മളെ കൂടെ നമ്മുടെ നാവുമ്മൽ വിളയാടുന്നത് കൊണ്ടാണ് ഇപ്പം നിങ്ങളോട് എനിക്കിത് പറയാൻ പറ്റിയത്. മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം അമ്മ ഇല്ല, 6 മാസത്തോളം കാലമായിട്ട്. 6 മാസം കഴിഞ്ഞു. ഈ വീട്ടിലിപ്പോൾ അമ്മയും അമ്മേൻ്റെ സഹായിക്കാൻ വേണ്ടിയുള്ള മറ്റൊരു ചേച്ചിയാണുള്ളത്. ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്? ഒറ്റപ്പെടൽ എന്നോ അനുഭവിച്ചതാണ്. ആ ഒറ്റപ്പെടൽ ഇല്ലാണ്ടായത് ഞാൻ പിന്നെ എൻ്റെ അമ്മ ഉള്ളത് കൊണ്ടായിരുന്നു. അമ്മ അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികളെല്ലാവരും പറയും അമ്മ മകളും മകളും അമ്മയാന്ന് പറയും. അത് എൻ്റെ മുത്ത് തന്നെയാണ്. ഞാനിപ്പോഴും പറയാം എൻ്റെ മുത്ത് എന്നാണ്. അമ്മയുടെ കുട്ടി എവിടെയെന്നൊക്കെ ആണ് ചോദിക്കുക. അതുപോലെ തന്നെ അവൾ വന്നതിന് ശേഷം അവളും അതെ, അമ്മയുടെ മുത്ത എവിടെ, പൊന്നെവിടെ എന്നൊക്കെ ചോദിക്കുക. അവൾ അന്തസ്സായിട്ട് നോക്കിയിട്ടുണ്ട്. അന്തസ്സായിട്ട് എന്ന് പറഞ്ഞാൽ അന്തസ്സായിട്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ ഒറ്റ വാക്കാണ്, എടി എനിക്ക് 3-4 അനിയത്തികളുണ്ടായിരുന്നു, അതിലേതോ ഒന്നിൻ്റെ ജീവനാണ് നിനക്ക് കൊണ്ടിട്ടത്, മരിച്ചുപോയി. അല്ല, ഏതിലോ ഒന്നിൻ്റെ ജീവനാണ് നിനക്ക് കൊണ്ടത്, അതാണ് നിൻ്റെ അമ്മേനെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റിയത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അവളുടെ മകനും അവളെക്കാളും കൂടുതൽ ഇഷ്ടം തന്നെയാണ്. ഒരാളും വിശ്വസിക്കില്ല, അവളെ നോക്കിയില്ലെങ്കിൽ അവൻ എന്നെ നോക്കിയിരിക്കും. അതെൻ്റെ ആത്മവിശ്വാസമാണ്. പക്ഷെ നമുക്ക് പറയാൻ പാടില്ല, പക്ഷെ ഞാൻ പറയണമല്ല, അതുപോലെയാണെന്ന് പറയാം. നമുക്ക് നമ്മുടെ രക്തബന്ധം ആയിക്കൊള്ളണമെന്നില്ല, നമ്മൾക്ക് സ്നേഹിക്കാനും നമ്മളോട് ഇതാക്കാനും ഒക്കെ. നമ്മുടെ രക്തബന്ധമല്ല നമുക്ക് ഒതുക്കുക. അതൊക്കെ നമ്മൾ പറയുന്നത് വെറും തെറ്റാണ്. ഞാൻ ഒരുപാട് പഠിച്ചു, ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് മനസ്സിലാക്കി. ഇപ്പം എനിക്ക് വേറെ ഒന്നുമില്ല. കഴിവതും ഞാൻ കാരണം, എൻ്റെ ഒരു വാക്ക് കാരണം ഒരാളും ഒരു മുടിനാരിഴ പോലും വേദനിക്കരുത്. അഥവാ എനിക്ക് തോന്നി ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിഷ്ണുവിന് തെറ്റായി തോന്നി, അല്ലെങ്കിൽ അവർക്കൊരു വേദനയായിട്ട് തോന്നി, ഞാൻ അപ്പോൾ പറയും സോറി വിഷ്ണു, ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് തെറ്റാണ്. കാരണം അതുകൊണ്ട് എനിക്കൊന്നും കുറയാൻ പോകുന്നില്ല. ദൈവം അത് കാണുള്ളൂ. അവൾ തെറ്റ് പറഞ്ഞു. നേരെ മറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ഒരാൾ ഉപദ്രവിച്ചു, ഇല്ലെങ്കിൽ എല്ലാവരും കുറ്റവും തോണിയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഞാൻ വിഷ്ണുവിനോട് പറയാം, ഞാനേ ഒന്നും ചെയ്യൂലേക്ക്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, എല്ലാവരും നന്നാക്കി നടത്തണം എന്ന് പറയുമ്പോൾ ചുരുക്കി പറയാനാ. അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്, എടീ നീ ചെയ്ത തെണ്ടിത്തരത്തിന് മുഴുവനും ഞാൻ കൂട്ടു തന്നു, നിനക്ക് ക്ഷമിച്ചു തന്നു, അതും പോരാഞ്ഞിട്ട് ഇപ്പം നീക്ക് നുണയും പറഞ്ഞുകൊണ്ട് കിടക്കാം, നന്നാ പിടിച്ച് ഒരുമിച്ചെന്നും പറഞ്ഞു കഴിഞ്ഞ് ഭഗവാൻ തരും. അതിനുള്ള ശേഷിയില്ല. അപ്പം അതുകൊണ്ട് ചെയ്യുന്നതേ പറയാറുള്ളൂ, ഞാൻ പറയുന്നതേ ചെയ്യാറുള്ളൂ. ഈ ചിഞ്ചും മറ്റേ അവനും ഒരു കൂട്ടായിരുന്നല്ലോ എപ്പോഴും, ഡല്ലേം ചിഞ്ചു അല്ലേ? ഒരാളും കൂടി ഉണ്ടായിരുന്നു, ടോണി. അവൻ ചത്തുപോയി. അവന് തലയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അത് ഇവർ വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അതിന് കുറേ മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത് ഒരുപാടായിട്ട് കിടക്കുക. അപ്പോൾ വിളിച്ചപ്പോൾ വാല് മാത്രം ഒന്ന് അനക്കി. അത് കഴിഞ്ഞ് ആസ്പത്രിയിലൊക്കെ കൊണ്ടുപോയി മാറി. ഇപ്പോൾ വീണ്ടും അതേ അസുഖം വന്നു. അപ്പം ആ തെക്കത്തുനിന്ന് മാറിയിട്ടില്ല ചിഞ്ചുവിന്. കാരണം അവരുള്ളതാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര രസമാണ്. ചിഞ്ചു ടോണി നിങ്ങളിലേക്ക് എങ്ങാനും വന്ന് നിങ്ങളെങ്ങാനും അതിനോട് കൊഞ്ചെങ്കിൽ അതിനെന്നൊക്കെയുള്ള പണി തീർന്നു. അവനെ കടിച്ച് ഉരുട്ടി റെഡിയാക്കും. ഒരാളും അവനെ സ്നേഹിക്കാൻ പാടില്ല, എല്ലാവരും അവളെ സ്നേഹിക്കണം. രാജി വരുന്നത് നോക്കും, വിക്രസ് വല്ലതും കാണിക്കാനുണ്ടെങ്കിൽ ഇടം കണ്ണാലിങ്ങനെ നോക്കും. അവള് ഭയങ്കര പേടിയാണ്. അവള് കൂട്ടി കയറാൻ പറഞ്ഞാൽ അപ്പോൾ പോയി കൂട്ടി കയറും. ഞാൻ കൂട്ടി പറഞ്ഞാൽ വാല് നീട്ടി കഴിഞ്ഞ് മേലെ കയറും. അത് ഭയങ്കര ഇതാണ്. അമ്മയൊക്കെ ഉള്ള സമയത്ത് അമ്മയ്ക്കും അതെ, ഈ നാക്കാലികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ 100ാം പിറന്നാൾ എനിക്ക് ആഘോഷിക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിലുള്ളതായിരുന്നു. പക്ഷെ എന്തായാലും ഭഗവാനോട് ഞാൻ 2 കാര്യം പറഞ്ഞ 2 കാര്യം ഭഗവാൻ നിറവേറ്റി തന്നു. ഒന്ന്, ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ കഷ്ടപ്പെടുത്തരുത്. ആരായാലും എങ്ങനെയാണെങ്കിലും മക്കളായാലും ഒരു പരിധി വിട്ട് നരകിക്കുമ്പോൾ മനസ്സിലെങ്കിലും തോന്നും, പറഞ്ഞില്ലെങ്കിലും. മനസ്സിലായില്ലേ? നോക്കാൻ നിൽക്കുന്നവരാണെങ്കിലും സ്വന്തം മക്കൾക്കാണെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ ഒരിക്കലും തീട്ടത്തിലും മൂത്രത്തിലിട്ട് കഷ്ടപ്പെടുത്തരുത്.
അങ്ങനെ ഞാൻ പറഞ്ഞു, നീ വിളിച്ചോ. പിന്നെ ഒരു അപേക്ഷ, എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോകണം. എനിക്ക് ആ ജഡം വന്ന് കാണാനുള്ള ഇട വരരുത്. എൻ്റെ തൊഴിൽ അങ്ങനത്തെയാണ് ഭഗവാനെ. കൃഷ്ണ, നീ അതെനിക്ക് ഇട വരുത്തരുത്. കറക്റ്റ് എൻ്റെ അടുത്ത് കിടന്നിട്ട് 11 മണി വരെ 11:30 വരെ ഞാൻ 11:15 കഴിയുന്ന വരെ ഞാൻ വല്യമ്മയുടെ മകളുടെ മകനായിട്ട് വർത്താനം പറഞ്ഞൊക്കെയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് ഭാര്യയോട്, ഞാൻ നാളെ ലീലയെടുത്തിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, പിന്നെ ചെറുമേനെ കാണണം, ഒന്ന് അനുഗ്രഹം വാങ്ങണമെന്ന്. അപ്പോൾ അവൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ലീലയെടുത്ത് നാളെ ഉണ്ണിയേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്ന്. എന്തേന്ന് ചോദിച്ചു. അവനങ്ങനെ തോന്നിയെന്ന്. ഇതൊക്കെ കഴിഞ്ഞൊരു 11:30 ആയപ്പോഴേക്കും ഞാൻ കിടന്നു. അമ്മയുടെ അടുത്ത് തന്നെ. അമ്മ തിരിഞ്ഞ് അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പോൾ കിടത്തി. അപ്പോൾ അതിൻ്റെ മുമ്പ്, കുറേ മുമ്പ് ഞാൻ ഇവളോട് ഇങ്ങനെ വർത്താനം പറയുന്നപ്പോൾ ഞാൻ പറഞ്ഞു, എടി ഇച്ചിരി കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കൊടുത്തതാണ് ചേച്ചിയെന്ന്. എടി എന്നാലും നീ ഇത്തിരി കഞ്ഞിവെള്ളം കൊണ്ടുവന്നോ. അപ്പം ഞാനല്ല അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കലും ഒക്കെ അവളാണ് കൊടുക്കലും, എല്ലാം അവളാണ് നോക്കൽ. അപ്പോൾ ഇവൾ കഞ്ഞിവെള്ളം കൊണ്ടുവന്നു. ഞാനൊരു 5-6 സ്പൂണ് കോരി കൊടുത്തു. അതൊക്കെ എൻ്റെ അമ്മ കുടിച്ചു. ആ കുടിച്ച് കിടന്നതാണ്. അപ്പം അത് ഞാനിപ്പോൾ പറയണ, എൻ്റെ മനസ്സിപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ, അമ്മയ്ക്ക് എന്നോട് വെള്ളം കിട്ടണമെന്ന് അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് അന്നേരം അവളോട് പറയാൻ തോന്നിയത്. അവളിന്നിപ്പോൾ എൻ്റെ അടുത്തുണ്ടല്ലോ, ഞാൻ ഒരു നുണ പറയണതല്ല. അത് കൊണ്ടുവന്നൊരു 5-6 സ്പൂണ് കൊടുത്തു. അത് കുടിച്ചു. ആ കഞ്ഞിവെള്ളം പാത്രം അവൾ കൊണ്ടുപോയി. ഞാൻ തിരിച്ചപ്പുറത്തോട്ട് കിടത്തി. അത് കഴിഞ്ഞാണ് ഇവൾ ഫോൺ ചെയ്ത് വർത്താനമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ 27 AC ഇട്ട് കൊടുക്കും. അപ്പോൾ കൂടുതൽ തണുപ്പായി അറിഞ്ഞില്ലെങ്കിലോ ഞാൻ വിചാരിച്ചു. ഞാൻ വന്ന് കിടന്നു. AC ആദ്യം നോക്കി, അമ്മയ്ക്ക് വിയർക്കണുണ്ടോ, അപ്പോൾ AC വേണോ നോക്കി. അപ്പോൾ വീണ്ടും AC ഇട്ടു. പിന്നെ ഞാൻ AC ഓഫാക്കി വീണ്ടും കിടന്നു. 12 മണി കറക്റ്റായപ്പോൾ എനിക്ക് തോന്നി ബാത്റൂം, 12 ആയില്ല, 11:55 ആയപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ബാത്റൂം പോകണം. 11:30 കിടന്നത്. വീണ്ടും നീറ്റ് ചെയ്യാൻ, വീണ്ടും നീറ്റ് ബാത്റൂം പോയി. വേഗം നീറ്റപ്പം AC ഇട്ടു. AC ഓഫ് ചെയ്തല്ലേ, AC ഇട്ടു, ബാത്റൂം പോയി വന്ന് ഞാൻ വീണ്ടും AC ഓഫ് ചെയ്ത് അമ്മേനെ ഒന്നുകൂടി തൊട്ട് നോക്കി. വീണ്ടും കിടന്നു, ലൈറ്റ് ഓഫാക്കി. വീണ്ടും ഞാൻ ലൈറ്റ് ഓൺ ചെയ്തു. അമ്മയെ വിളിച്ചു നോക്കി, അമ്മ മിണ്ടണില്ല. തിരിച്ചിങ്ങോട്ട് കിടത്തി. അമ്മ കണ്ണൂർന്ന് നടക്കുക. അപ്പം ഞാൻ ഇവളെ വിളിച്ചു. അവൾ വന്നു കണ്ണടപ്പിച്ചു. എൻ്റെ അടുത്ത് കിടന്ന് എൻ്റെ മുത്ത് പോയത്. ഒരു ജന്മം കൊണ്ട് ഏറ്റവും നന്നായി നോക്കിയില്ലേ, അത് വലിയ കാര്യമല്ലേ. എൻ്റെ മുത്ത് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ നാളൊക്കെ എൻ്റെ കാലിനൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കിന് പോകുമ്പോഴൊക്കെ കഷ്ടാവുമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് മുത്തിനോട് പറയും, ഞാൻ അമ്മയുടെ പൊന്നുമോളെ കഷ്ടപ്പെടുത്തരുത് കേട്ടോ എന്ന് പറയും. എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ മുത്തിൻ്റെ കൂടെ ഉണ്ട്. വീട് മുഴുവനും മുത്താണ്. വീട് മുഴുവനും മുത്താണ്. ഞാൻ ചിലപ്പോൾ കിടക്കുമ്പോൾ ആ സൈഡിൽ ബാഗും അതും ഇതൊക്കെ വെക്കും, മുത്ത് കിടക്കാനില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നിയേ, ഈ സൈഡിൽ ഞാനിതൊക്കെ വെച്ചാൽ മുത്ത എവിടെയാണ് കിടക്കുക, ഒക്കെ പെറുക്കി കൂട്ടി വാരി പുറത്തോട്ട് ഇടും. മുത്തിന് കിടക്കാൻ സ്ഥലം ഉണ്ടാക്കി കൊടുക്കും ഞാൻ. എൻ്റെ അടുത്തുണ്ട്. നമ്മളിത്ര ചെയ്യിപ്പിക്കണ കരയല്ലേ. എൻ്റെ സർവ്വസും അതായിരുന്നു. എത്ര കാലം കിട്ടിയാലും ഞാൻ നോക്കും, എത്ര കാലം കിട്ടിയാലും. എന്നിട്ട് ആസ്പത്രിയിൽ മരിച്ചതിന് ശേഷമാണ്. അപ്പോൾ ഒരുത്തനെടുത്ത് വെള്ളടിച്ചിട്ടുണ്ടായിരുന്നു. അവനെടുത്ത് കൊണ്ടതിനെ ഒന്നും പറഞ്ഞില്ല. വേറെയൊക്കെ വന്ന് ആസ്പത്രി ചെയ്യുന്ന. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കത് ഞാൻ അല്ലേ ഓരോരുത്തർ വിശ്വാസമായി. ആ SIൻ്റെ അടുത്ത് അപ്പം എന്നോട് പറഞ്ഞു, SIയുടെ അങ്ങോട്ട് ചെല്ലാൻ പറയാൻ. അവിടെ ചെന്ന് അവിടെ ഇരിക്കുക. അപ്പോൾ SI പറയാം, എന്താണ് 6 വളയാണ് കയ്യമ്മൽ, മോതിരം ഇതൊന്നും. അപ്പോൾ കൈ നീര് വന്നിട്ടുണ്ടായിരുന്നു. കാലിന് നീര് കണ്ടപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ കയ്യമ്മൽ നീര് വന്നു. വളയൊന്നും ഊരാൻ കിട്ടണില്ല. അപ്പോൾ അവർ SI പറഞ്ഞു ഊരണ്ട, അവർ വന്നിട്ട് ഊരിയാൽ മതി പറഞ്ഞു. ഞാൻ ചെന്നതിന് ശേഷമാണ് ഊരി തന്നെ. 3-4 മോതിരം, 2 ചെയിന്, അതിലത്തെ ഒരു ചെയിനാണിത്. ഞാനിങ്ങനെ ഈ ചെയിൻ ഞാൻ ഇട്ടപ്പോൾ അമ്മയ്ക്ക് വേറെ ചെയിനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചു നോക്കിയിട്ട് വേജെന്താ അമ്മയ്ക്ക് വേണോ, കിട്ടിയാൽ നന്നായിരുന്നു. അപ്പോൾ ഇത് ഊരിട്ട് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണുണ്ടായിരുന്നു, ഒരു സച്ചിൻ. അപ്പോൾ അത് ഇതിൻ്റെ താഴെ എത്ര കിടക്കും അത് നോക്കി. അമ്മയ്ക്ക് ഒരു താരയായിരുന്നു ആദ്യത്തെ. കിട്ടിയാൽ ഞാൻ ഇടും. അത് ഊരിട്ട് കൊടുത്ത്.